ഹെററ്റിക് ഒരു റിലീജിയസ് ഹൊറർ സിനിമയാണ് നൗ റണ്ണിങ് ഇൻ തിയേറ്റേഴ്സ്. ഡാവിഞ്ചി കോഡ് എന്ന സിനിമ കാണുന്ന നിമിഷം കുറെ ഫാക്ട്സും തിയറീസും ഡീറ്റെയിൽസും എല്ലാം ഇങ്ങനെ നമ്മുടെ മുന്നിൽ നീട്ടി വെക്കുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ നമ്മളോട് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, ഇങ്ങനെയാണോ അങ്ങനെയാണോ. നമ്മൾ നമ്മുടെ ആ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ബിലീഫിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങും. ഡാവിഞ്ചി കോഡ് എന്ന സിനിമ ക്രിയേറ്റ് അത്രയും കൺഫ്യൂഷൻ സിനിമ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചെറിയ സ്പാർക്ക് ഈ സിനിമ ഉണ്ടാക്കും. 1 മണിക്കൂർ 50 മിനിറ്റാണ് സിനിമ റൺ ടൈം. ആ ഒരു ഹോൾ റൺ ടൈം രണ്ട് ഗേൾസിന്റെയും ഒരു എൽഡർലി മാൻ തമ്മിലുള്ള കോൺവെർസേഷനോട് വേണ്ടി സിനിമ കടന്നു പോകുന്നത്. അവർ പോളിഗമി, ആഫ്റ്റർ ലൈഫ്, ഡെത്ത്, ഫെയ്ത്ത്, ബിലീഫിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഹോൾ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഹോൾ ഡയലോഗ് സിനാറിയിലൂടെ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ഹുക്ക് ചെയ്ത് നല്ല കിടിലൻ സ്ക്രീൻ പ്ലേയിലൂടെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഡയറക്ടർ റൈറ്റേഴ്സ് ആയ ബ്രയൻ ആൻഡ് സ്കോട്ട് ബെക്കിൻ. വെരി ഗുഡ് ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് ബൈ ദിസ് ഡുവോ. സ്റ്റോറിയുടെ സ്ട്രക്ചർ മോസ്റ്റ്ലി പ്രെഡിക്റ്റബിൾ ആണ്. കുറച്ച് ക്യാരക്ടേഴ്സ് ഒരു വീട്ടിൽ പെട്ടുപോകുന്നു, അതിൽ നിന്ന് അവർ എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, ഒരു കോർ ലൈൻ അതാണ്. പക്ഷെ എഴുത്തുണ്ടല്ലോ, ആ ക്ലൈമാക്സ് വരെ ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ട്വിസ്റ്റുകളും ആ ഒരു ടേൺസും ഓരോ ഈവൻസും ഓരോ സീക്വൻസുകളും അതാണ് സിനിമയെ വളരെയധികം ഡിഫറെന്റ് ആക്കുന്നത്. കുറെ ഇൻട്രസ്റ്റിംഗ് ആയ സൈക്കോളജിക്കൽ ട്വിസ്റ്റുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് വേറൊരു പേടി എന്താ തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അപരിചിതന്റെ വീട്ടിൽ കയറാൻ നമ്മൾ നല്ല രീതിയിൽ പേടിയാവും ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം. സോ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്ക് ഉള്ളതല്ല ഈ സിനിമ. വിഷ്വൽസ് വളരെ നന്നായിരുന്നു. ഈ ഒരു ഹോൾ സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിനകത്താണ്. സോ ആ ഒരു ആംബിയൻസ്, ആ ഒരു ഓറ അടിപൊളിയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വെൽ എഡിറ്റഡ്. A24 ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ വർക്ക്സിൽ കാണാൻ പറ്റിയ ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈനും ഗ്രേറ്റ് ആർട്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മ്യൂസിക് വളരെ നന്നായിരുന്നു. പെർഫോമൻസ് ആണെങ്കിലും ഹ്യൂ ഗ്രാന്റ് എന്ന ആക്ടറിനെ ഹോളിവുഡ് സിനിമ കാണുന്നവർക്ക് അത്യാവശ്യം ഫെമിലർ ആയിരിക്കും. സോ ആ ആക്ടർ കരിയർ ബേസ്ഡ് പെർഫോമൻസ് തന്നെ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ മിസ്റ്ററി ഇടുന്ന ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. സോഫിയ താച്ചറും ക്ലോയി ഈസ്റ്റും. അവർ രണ്ടും അടിപൊളിയായിരുന്നു. കട്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഓവറോൾ അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ച് അല്ല അടിപൊളിയായിട്ട് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു കിടിൽ ഹൊറർ സിനിമ തന്നെയാണ് A24 ഹെററ്റിക്.